ഹായ് ഫ്രണ്ട്സ്, യു ക്രോഷയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ടേബിൾ റണ്ണറാണ്. ഇത് 2 പോർഷൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഗ്രീൻ ഒരു സെറ്റും വൈറ്റ് വെച്ച് മറ്റൊരു സെറ്റും. അവസാനം ഇതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ടേബിൾ റണ്ണർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോ 3 പാർട്സ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേല് ഈ ഗ്രീൻ പോർഷനും, രണ്ടാമത്തേല് വൈറ്റും, മൂന്നാമത്തേല് റോസസും ഇതെല്ലാം ജോയിൻ ചെയ്യുന്നതും കാണിക്കുന്നതാണ്. അപ്പൊ ആദ്യത്തെ പാർട്ടില് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഗ്രീൻ പോർഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ നിന്നും ഒരു പോർഷൻ ചെയ്യും. ഈ ഒരു സെയിം സാധനം തന്നെയാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടൺ ത്രെഡ് വെച്ചാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് യാണോ ത്രെഡോ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. യാണുകളുടെ ഡിഫറൻസ് വെച്ച് സൈസിൽ ചെറിയ വ്യത്യാസം വരും എന്നുള്ളതേ ഉള്ളൂ. ഹുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് 2mm ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഫൗണ്ടേഷൻ ചെയിൻ, 6 ചെയിനിന്റെ ഒരു ഫൗണ്ടേഷൻ ചെയിൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ഇട്ട് 6 ചെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഒരു റൗണ്ട് ആക്കാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ റൗണ്ടിന് ചുറ്റുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് വർക്ക് ചെയ്യുന്നത് സിംഗിൾ ക്രോഷയാണ്. അപ്പൊ സിംഗിൾ ക്രോഷയ്ക്ക് വേണ്ടി ഒരു ചെയിൻ റിട്ടേണിംഗ് ചെയിൻ ആയിട്ട് ചെയ്ത് 10 സിംഗിൾ ക്രോഷയാണ് ഇതിന് ചുറ്റും ചെയ്യുന്നത്. അപ്പൊ 10 സിംഗിൾ ക്രോഷ ചെയ്യാം. അപ്പൊ നമ്മളിവിടെ 10 സിംഗിൾ ക്രോഷ ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ സിംഗിൾ ക്രോഷയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6 ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് റൗണ്ടിന് ചുറ്റും 10 സിംഗിൾ ക്രോഷ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻക്രീസ് ആണ്. ഓരോ സ്റ്റിച്ചിലും 2 സ്റ്റിച്ചുകൾ വെച്ച്, അതായത് നമ്മൾ ഡബിൾ ക്രോഷ ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ചെയിൻ 3. ഈ ചെയിൻ 3 നമ്മുടെ ആദ്യത്തെ ഡബിൾ ക്രോഷ ആയിരിക്കും. ആ സെയിം സ്പേസിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ 2 ഡബിൾ ക്രോഷ ആയിട്ടുണ്ട്. ഇനി ഓരോ സ്റ്റിച്ചിലും നമ്മൾ 2 ഡബിൾ ക്രോഷ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ 10 സ്റ്റിച്ചുകളിൽ 2 എണ്ണം വെച്ചാകുമ്പോൾ 20 ഡബിൾ ക്രോഷയാണ് നമുക്ക് ഈ റൗണ്ട് കഴിയുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമ്മളിവിടെ 20 ഡബിൾ ക്രോഷ ചെയ്ത് തീർത്തിട്ടുണ്ട്. ആദ്യത്തെ ചെയിൻ 3 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളിവിടെ 20 ഡബിൾ ക്രോഷ കംപ്ലീറ്റ് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഓരോ സ്റ്റിച്ചിലും ട്രിപ്പിൾ ക്രോഷ ക്ലസ്റ്റർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ ട്രിപ്പിൾ ക്രോഷ ക്ലസ്റ്ററിന് നമ്മൾ ചെയിൻ 4 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സെയിം സ്പേസിൽ നമ്മൾ ഒരു 2 ട്രിപ്പിൾ ക്രോഷ കൂടി ചെയ്യുന്നതാണ്. ഇൻകംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷ. മൂന്ന് ലൂപ്പ് ബാക്കിയുണ്ടാവും, 3 കൂടെ ഒരുമിച്ച്. അപ്പൊ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ ക്ലസ്റ്റർ ആണ് ചെയ്യാൻ പോകുന്നത്. 2 ചെയിൻ, വീണ്ടും തൊട്ടടുത്തേല് ട്രിപ്പിൾ ക്രോഷ ക്ലസ്റ്റർ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യത്തേൽ മാത്രമാണ് നമ്മൾ ചെയിൻ 4 ചെയ്യുന്നത്. പിന്നെ എല്ലാത്തിലും നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ട്രിപ്പിൾ ക്രോഷ ലാസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യില്ല. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് നമ്മൾ ട്രിപ്പിൾ ക്രോഷ ക്ലസ്റ്റർ 3 എണ്ണത്തിന്റെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. വീണ്ടും 2 ചെയിൻ. അപ്പൊ നമുക്ക് 20 ട്രിപ്പിൾ ക്രോഷ ക്ലസ്റ്റർ ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ 20 ട്രിപ്പിൾ ക്രോഷ ക്ലസ്റ്റേഴ്സ്, 3 ട്രിപ്പിൾ ക്രോഷയുടെ ക്ലസ്റ്റേഴ്സ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് ചെയിൻ 2 ചെയ്ത് ആദ്യത്തെ ക്ലസ്റ്ററിന്റെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്.
ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇതിനൊന്ന് 4 പോർഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇതിനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, മാർക്കേഴ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് തൊട്ട്, അതായത് നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത ആ സ്പേസിൽ നിന്ന് 6 ട്രിപ്പിൾ ക്രോഷ്യ ക്ലസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാർക്കർ വെച്ചു. ഈ 2 സൈഡിലായിരിക്കും ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ 2 സൈഡ് നമ്മൾ വർക്ക് ചെയ്യാതെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വർക്ക് ചെയ്യാതെ വിടുന്ന സൈഡിൽ 4 ട്രിപ്പിൾ ക്രോഷ്യ ക്ലസ്റ്റേഴ്സും വർക്ക് ചെയ്യുന്ന 2 സൈഡിൽ നമുക്ക് 6 ട്രിപ്പിൾ ക്രോഷ്യ ക്ലസ്റ്റേഴ്സും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ 6 ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് ഒരു മാർക്കർ വെച്ചു, പിന്നെ ഉള്ളത് 4 എണ്ണം കഴിഞ്ഞിട്ട് വീണ്ടും 6 എണ്ണം കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ 4 പോർഷൻസ് ആയിട്ടാണ് ഇതിന് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അപ്പൊ നമ്മൾ ഈ ഒരു പോർഷനിൽ മാത്രമായിരിക്കും ആദ്യം വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ സൈഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുള്ളൂ. നമ്മളപ്പോ ഇനി ഈ ക്ലസ്റ്റേഴ്സിന്റെ മുകളിലാണ് വർക്ക് ചെയ്യുക. അതായത് ആ ക്ലസ്റ്റേഴ്സ് ജോയിൻ ചെയ്ത് ആ സ്പേസസിലായിരിക്കും ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ ക്ലസ്റ്ററിന്റെ മുകളിൽ നമ്മളൊരു ഷെല്ലാണ് ചെയ്യുന്നത്. ചെയിൻ 3, ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. ചെയിൻ 1, തൊട്ടടുത്ത് 4 ക്ലസ്റ്റേഴ്സിന്റെ മുകളിൽ നമ്മൾ വി സ്റ്റിച്ച് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ 4 വി സ്റ്റിച്ച് ഉണ്ടായിരിക്കും. ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, ഡബിൾ ക്രോഷ്യ. ഇടയിൽ ഓരോ ചെയിനും. അപ്പൊ നമ്മള് 4 വി സ്റ്റിച്ച് വർക്ക് ചെയ്തു, വീണ്ടും ഒരു ചെയിൻ ചെയ്ത് അവസാനത്തെ ട്രിപ്പിൾ ക്രോഷ്യയുടെ മുകളിൽ, ട്രിപ്പിൾ ക്രോഷ്യ ക്ലസ്റ്ററിന്റെ മുകളിൽ ഒരു ഷെല്ലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. രണ്ട് ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 2 ഡബിൾ ക്രോഷ്യ. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ പാറ്റേൺ റൗണ്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ടേൺ ചെയ്തിട്ട് 2 സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഷെല്ലിന്റെ ചെയിൻ 2 സ്പേസസിലായിരിക്കും ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി അങ്ങോട്ടെല്ലാം ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് ഷെല്ലിനുള്ളിൽ ഷെല്ല്, ചെയിൻ 3, ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 2 ഡബിൾ ക്രോഷ്യ. ഇപ്പൊ നമ്മളിവിടെ ഷെല്ലിന്റെ ഉള്ളിൽ ഷെൽ ചെയ്തു, ചെയിൻ 2. ഇനി ഓരോ വി സ്റ്റിച്ചിനുള്ളിലും 4 ഡബിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 2, വീണ്ടും 4 ഡബിൾ ക്രോഷ്യ. അപ്പൊ ഞാനിവിടെ നമ്മുടെ രണ്ടാമത്തെ പാറ്റേൺ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ വി സ്റ്റിച്ചിലും 4 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തു, ഇടയ്ക്ക് ചെയിൻ 2 സ്പേസസും. അവസാനത്തെ ഷെല്ലിനുള്ളിൽ ഷെല്ലും വർക്ക് ചെയ്തു. ഇനി നമ്മൾ വർക്ക് ടേൺ ചെയ്ത് 2 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും ഷെല്ലിനുള്ളിൽ ഷെല്ല് വർക്ക് ചെയ്യും. അപ്പൊ ഞാനിവിടെ ഷെല്ലിന്റെ മുകളിൽ ഷെല്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 2 ചെയിൻ, ഈ 4 ഡബിൾ ക്രോഷ്യ സെറ്റുകളുടെ മുകളിൽ നമ്മൾ ഇനി 5 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാവുന്ന, ഒന്നില്ല ആദ്യത്തേല് അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഏതിലെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 5 ഡബിൾ ക്രോഷ്യ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ 5 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്.
വീണ്ടും 2 ചെയിൻ. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ 4 ഡബിൾ ക്രോഷ്യ സെറ്റിൻ്റെ മുകളിലും നമ്മൾ 5 ഡബിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇടയ്ക്ക് ചെയിൻ 2 സ്പേസ്. അപ്പോൾ നമ്മളിവിടെ മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഓരോ ഡബിൾ ക്രോഷ്യ 4 ഡബിൾ ക്രോഷ്യയുടെ സെറ്റിൻ്റെ മുകളിലും 5 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇടയിൽ ചെയിൻ 2 ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 ഡബിൾ ക്രോഷ്യ ചെയിൻ 2, 5 ഡബിൾ ക്രോഷ്യ ചെയിൻ 2, അങ്ങനെ 4 സെറ്റ് ഓഫ് 5 ഡബിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അവസാനം ഷെല്ലും ചെയ്തു. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ട് വീണ്ടും ഷെല്ലിനുള്ളിൽ ഷെല്ല് ചെയ്യാൻ പോവാണ്. രണ്ട് ചെയിൻ ഒരു സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും, ബാക്കി 4 നമ്മൾ ഇൻക്രീസ് ചെയ്യാതെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏത് സ്റ്റിച്ചിൽ വേണമെങ്കിലും ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. നമുക്ക് 6 ഡബിൾ ക്രോഷ്യ വേണമെന്നേ ഉള്ളൂ. വീണ്ടും 2 ചെയിൻ 6 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇവിടെ നമ്മുടെ 4ാമത്തെ റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഓരോ 5 ഡബിൾ ക്രോഷ്യയുടെ മുകളിലും 6 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തു. ചെയിൻ 2 സ്പേസ് ഇടയിൽ. 5ാമത്തെ റൗണ്ടിന് വേണ്ടി ഒരു ഷെല്ല് ചെയ്തിട്ടുണ്ട്. 2 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അവിടെ വരെ എത്തിയിട്ട് അവിടെ ഷെൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും അടുത്ത 5ാമത്തെ റൗണ്ടിന് ചെയ്യുന്നത് 2 ചെയിൻ 6 ഡബിൾ ക്രോഷ്യ ആണുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. അപ്പം നമുക്ക് 7 ഡബിൾ ക്രോഷ്യ ആണ് വേണ്ടത്. ഞാനിവിടെ 7 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. 7 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 7 ഡബിൾ ക്രോഷ്യ. 5 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. 6 ഡബിൾ ക്രോഷ്യ ഉണ്ടായിരുന്നതിന്റെ മുകളിൽ ഓരോന്നിന്റെ മുകളിൽ ഞാൻ 7 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തിട്ടുണ്ട്. ഷെല്ല് ചെയ്തു. ഷെല്ലിന് മുകളിൽ 6ാമത്തെ റൗണ്ടിലും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ മുകളിൽ 8 ഡബിൾ ക്രോഷ്യ ആണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പൊ സെയിം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. 2 ചെയിൻ 8 ഡബിൾ ക്രോഷ്യ. 7 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ 8 ഡബിൾ ക്രോഷ്യ വേണം. അപ്പം അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. നമുക്ക് 8 ഡബിൾ ക്രോഷ്യ വേണമെന്നേ ഉള്ളൂ. താഴത്തെ 3 റൗണ്ട്സ് ചെയ്ത പോലെ തന്നെയാണ് ഈ റൗണ്ടിലും ചെയ്യുന്നത്. 8 ഡബിൾ ക്രോഷ്യ വേണം. അപ്പം അതിന് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 എണ്ണം ചെയ്യുന്നതാണ്. ഈ റൗണ്ട് നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ റൗണ്ട് തൊട്ട് നമുക്ക് ചെറിയൊരു ചേഞ്ച് വരുവാണ്. നമ്മൾ 4 ചെയിനാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ 8 ഡബിൾ ക്രോഷ്യ ഉള്ളതിൽ നമ്മൾ ആദ്യത്തെ 2 ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ വർക്ക് ചെയ്യാതെ 3ാമത്തെ ഡബിൾ ക്രോഷ്യ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3ാമത്തെ തൊട്ട് 6 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യുന്നതാണ്. 1 2 3 4 5 6. ആദ്യത്തെ 2 നമ്മൾ വർക്ക് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ഇനി ഈ ചെയിൻ 2 സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. 2 3. വീണ്ടും നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതാണ് ഈ 8 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ. അവസാനത്തെ 2 എണ്ണം നമ്മൾ വർക്ക് ചെയ്യില്ല. 3 4 5 6. 6 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ആദ്യത്തെയും ഈ 2 സെറ്റുള്ള ആ 8 ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ആദ്യത്തെ 2 എണ്ണം
അവസാനത്തെ രണ്ടെണ്ണവും നമ്മൾ സ്കിപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് മൊത്തം 15 ഡബിൾ ക്രോഷ്യാണ് നമ്മൾ ചെയ്തത്. ഈ 8 എണ്ണം ഉള്ളതിൽ ആദ്യത്തെ രണ്ടെണ്ണവും ഈ 8 എണ്ണം ഉള്ളതിൽ അവസാനത്തെ രണ്ടെണ്ണവും നമ്മൾ സ്റ്റിച്ച് വിട്ട് കളഞ്ഞേക്കാണ്, സ്കിപ്പ് ചെയ്തേക്കാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ചെയിൻ 3, ഈ ഒരു ഗ്യാപ്പിൽ, അതായത് നടുക്കത്തുള്ള ചെയിൻ 2 സ്പേസിൽ നമ്മൾ ഒരു വി സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, ഡബിൾ ക്രോഷ്യ. പിന്നെ ഇനി വീണ്ടും നമ്മൾ 15 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഈ സെറ്റിലെ ആദ്യത്തെ രണ്ടെണ്ണവും രണ്ടാമത്തെ അവസാനത്തെ രണ്ടെണ്ണവും സ്കിപ്പ് ചെയ്തിട്ട് 15 ഡബിൾ ക്രോഷ്യാണ് ചെയ്യണം. ഈ നടുക്കുള്ള ചെയിൻ 2 സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യം ചെയ്യും. നമ്മളിവിടെ 7 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സെറ്റിലുള്ള ആദ്യത്തെ രണ്ടെണ്ണവും നാലാമത്തെ സെറ്റിലുള്ള അവസാനത്തെ രണ്ടും നമ്മൾ വർക്ക് ചെയ്യാതെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ചെയിൻ 4 ചെയ്തു, ഷെല്ലിനകത്ത് ഷെൽ ചെയ്തു, വീണ്ടും വർക്ക് ടേൺ ചെയ്ത് 2 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഷെല്ലിനകത്ത് ഷെൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 8ാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ചെയിൻ, ഈ ചെയിൻ 4 സ്പേസിൽ ഒരു ഷെല്ല് വർക്ക് ചെയ്യും. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 2 ഡബിൾ ക്രോഷ്യ. വീണ്ടും 2 ചെയിൻ, താഴെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെയും അവസാനത്തെയും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ 11 ഡബിൾ ക്രോഷ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെയും അവസാനത്തെയും സ്കിപ്പ് ചെയ്ത് 11 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി 2 ചെയിൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വി സ്റ്റിച്ചിന് മുകളിലാണ്. വി സ്റ്റിച്ചിന്റെ മുകളിൽ നമ്മൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞ് 5 ചെയിൻ ചെയ്യാം. 5 ചെയിൻ ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ വി സ്റ്റിച്ചിലെ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ വീണ്ടും നമ്മൾ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 3 എണ്ണവും ആ ഒരു ഒറ്റ സ്പേസിൽ തന്നെയാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ഇപ്പുറത്ത് ചെയ്ത അതേപോലെ തന്നെ 11 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതാണ്, ആദ്യത്തെ അവസാനത്തെ സ്കിപ്പ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ 8ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയിൻ 2 ചെയ്ത് 11 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെയും അവസാനത്തെയും 2 സ്റ്റിച്ചുകൾ നമ്മൾ വർക്ക് ചെയ്യാതെ സ്കിപ്പ് ചെയ്തു. വീണ്ടും ചെയിൻ 4 സ്പേസിൽ ഒരു ഷെൽ ചെയ്തു, ചെയിൻ 2 ഷെല്ലിനകത്ത് ഷെൽ ചെയ്തു. ഇനി 9ാമത്തെ റൗണ്ടിന് വേണ്ടി നമ്മൾ വീണ്ടും ഷെല്ലിൽ ഷെൽ ചെയ്ത് 2 ചെയിൻ ചെയ്ത് ഷെല്ലിൽ ഷെൽ ചെയ്തു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ അവസാനത്തെ ആദ്യത്തെയും ഈ 2 ഷെല്ലുകളാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ഞാൻ കാണിക്കില്ല. ഇനി ഇവിടെ നിന്ന് തൊട്ടുള്ളത് മാത്രമേ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇനി വീണ്ടും നമ്മൾ ആദ്യത്തെയും അവസാനത്തെയും സ്കിപ്പ് ചെയ്തിട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. 3 ചെയിൻ, പിന്നെ നമ്മൾ 7 ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ അവസാനത്തെ 2 എണ്ണം സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 3, 4, ഓരോന്ന് വെച്ച് 7 ഡബിൾ ക്രോഷ്യ. ആദ്യത്തെ അവസാനത്തെ 2 എണ്ണം സ്കിപ്പ് ചെയ്യുന്നതാണ്. 7, 2 ചെയിൻ. ഇപ്പൊ 2 ചെയിൻ ചെയ്തു. ഇനി ഈ 3 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓരോന്നിലും 2 ഡബിൾ ക്രോഷ്യ വെച്ച് 6 ഡബിൾ ക്രോഷ്യ.
2 ചെയിൻ ചെയ്തിട്ട് ഈ ചെയിൻ സ്പേസിൽ നമ്മൾ ഈ സ്പേസിനകത്ത് നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. 2 ചെയിൻ 6 ഡബിൾ ക്രോഷ്യ. ഇനി ഇവിടുന്ന് അങ്ങനെ നമ്മൾ റിപ്പീറ്റേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ സൈഡിൽ ചെയ്ത് അത് തന്നെ നമ്മളിവിടെ 9 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. 3 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇവിടെ 7 ഡബിൾ ക്രോഷ്യം ചെയ്തു. ചെയിൻ 2 സ്പേസ് ചെയ്ത് 2 ഷെൽ ചെയ്ത് വീണ്ടും 2 ഷെല്ല് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10ാമത്തെ റൗണ്ടിലും ഷെല്ല് ചെയിൻ 2 ഷെൽ ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ തൊട്ട് താഴെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ അവസാനത്തെ സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പൊ 3 ചെയിൻ ആദ്യത്തെ 2 എണ്ണം സ്കിപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് 3 ഡബിൾ ക്രോഷ്യയാണ് കിട്ടുന്നത്. ആദ്യത്തെയും അവസാനത്തെയും 2 എണ്ണം നമ്മൾ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. 3 ചെയിൻ. ഇനി ഈ 6 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ നമ്മൾ നടുക്കത്തെ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ആ 7 ഡബിൾ ക്രോഷ്യയാണ് നമുക്ക് വേണ്ടത്. ഏതെങ്കിലും ഒരു ഒരു ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. 7 ഡബിൾ ക്രോഷ്യ. നമ്മളിവിടെ 6 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ 7 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ചെയിൻ 3 ചെയ്ത് ഈ 5 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യും. പക്ഷെ അതിനിടയിൽ ഓരോ ചെയിനും ഉണ്ടാവും. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. 5 ഡബിൾ ക്രോഷ്യ ഉണ്ടായിരിക്കും. ഇടയിൽ ഓരോ ചെയിൻ സ്പേസും. ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഡബിൾ ക്രോഷ്യ 5 പ്രാവശ്യമാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും ഇപ്പുറത്ത് ചെയ്ത് അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ 10 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 10 പാറ്റേൺ റൗണ്ട്സ് ആണ്. ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ഡബിൾ ക്രോഷ്യ അങ്ങനെ 5 പ്രാവശ്യം ചെയ്തു. അത് കഴിഞ്ഞ് 3 ചെയിൻ ചെയ്ത് 6 ഡബിൾ ക്രോഷ്യകളുടെ മുകളിൽ നമ്മൾ 7 ഡബിൾ ക്രോഷ്യ വർക്ക് ചെയ്തു. ചെയിൻ 3 ആദ്യത്തെയും അവസാനത്തെയും 2 എണ്ണം സ്കിപ്പ് ചെയ്ത് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് അങ്ങനെ 10ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഷെല്ല് ചെയ്ത് 11ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ വരെ. ഇവിടെ വരെ നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ ചെയ്ത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ 7 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ 8 ഡബിൾ ക്രോഷ്യയാണ് വേണ്ടത്. അപ്പം ഏതെങ്കിലും ഒരെണ്ണെത്തുമ്പോൾ നമുക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അപ്പം 8 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓരോ സ്റ്റിച്ചിലും ഓരോന്ന് വെച്ച് ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണെത്തുമ്പോൾ നമുക്ക് ഒരു ഇൻക്രീസ് ചെയ്യേണ്ടി വരും. നമ്മൾ 7 ഡബിൾ ക്രോഷ്യനെ 8 ആയി മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും 2 ചെയിൻ ചെയ്യാം. 5 ഡബിൾ ക്രോഷ്യ ഉണ്ട്. ഈ 5 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് ഡബിൾ ക്രോഷ്യ ചെയിൻ 1 ചെയ്ത സ്ഥലത്ത് നമ്മൾ ചെയിൻ 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡബിൾ ക്രോഷ്യ ചെയിൻ 2 ഡബിൾ ക്രോഷ്യ നമ്മൾ 5 പ്രാവശ്യം ചെയ്യുന്നതാണ്. 5 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഡബിൾ ക്രോഷ്യ ഇടയിൽ ചെയിൻ 2. വീണ്ടും ഇപ്പുറത്ത് ചെയ്ത് തന്നെ നമ്മൾ എല്ലാം റിപ്പീറ്റ് ചെയ്യും. 11ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ ചെയിൻ 2 ചെയ്ത് 8 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഓരോന്നിന്റെ മുകളിൽ ഓരോന്നും ഇടയ്ക്ക് ഒരെണ്ണത്തമ്മ ഇൻക്രീസ് ചെയ്തു. വീണ്ടും 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ 2 ഷെൽ ചെയ്തു. 12ാമത്തെ റൗണ്ടിന് വേണ്ടി 2
ഷെല്ല് ചെയ്തിട്ടുണ്ട്. വർക്ക് ടേൺ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഷെല്ലിൻ്റെ മുകളിൽ ഷെല്ല് ചെയ്ത് 2 ഷെല്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും 3 ചെയിൻ. ഈ 3 ഡബിൾ ക്രോഷ്യകളിൽ ആദ്യത്തെയും അവസാനത്തേൻ്റെയും മുകളിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ. ചെയിൻ 3. വീണ്ടും അവസാനത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ. അപ്പം നടുക്കത്തെ ഡബിൾ ക്രോഷ്യ നമ്മൾ വർക്ക് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 3, 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിക്രീസ് ആണ്. അതായത് ഈ 2 സ്റ്റിച്ച് നമ്മൾ ഒന്നാക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യാതെ തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒന്നും കൂടി ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും, 3 കൂടെയും എടുക്കുക. അപ്പോൾ നമുക്ക് ആ 2 സ്റ്റിച്ചിനെ നമ്മൾ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡബിൾ ക്രോഷ്യ. ഓരോന്നിലും ഓരോന്നായിട്ട് അടുത്ത 4 എണ്ണത്തിൽ ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് വീണ്ടും അവസാനത്തെ 2 എണ്ണം നമ്മൾ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ പകുതി ചെയ്ത് നിർത്തിയിട്ട് ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് തൊട്ടടുത്തതിൽ ഇൻസേർട്ട് ചെയ്ത് 2 ലൂപ്പിൽ കൂടെ എടുക്കുക. 3 ലൂപ്പ് ഉണ്ടാവും, 3 കൂടെ ഒരുമിച്ച്. ഇനി ഈ ഡബിൾ ക്രോഷ്യകളുടെ മുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡബിൾ ക്രോഷ്യ ചെയിൻ 3 ഡബിൾ ക്രോഷ്യ ആണ്. 2 ചെയിൻ, ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ ഈ 5 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തു, ഇടയിൽ 3 ചെയിൻ വെച്ച് വീണ്ടും ഇപ്പുറത്ത് ചെയ്ത് അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. 2 ചെയിൻ, ആദ്യത്തെ 2 എണ്ണം നമ്മൾ ഒന്നാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ തന്നെ നിർത്തിയിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യയ്ക്ക് വേണ്ടി യാൺ ഓവർ ചെയ്ത് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിനെ ഡിക്രീസ് ചെയ്ത് ഇനി വീണ്ടും 4 ഡബിൾ ക്രോഷ്യ. വീണ്ടും അവസാനത്തെ 2 എണ്ണം നമ്മൾ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഡിക്രീസ് സ്റ്റിച്ച് ഞാൻ പല പ്രോജക്ട്സിലും കാണിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ എഴുതാവുന്നതാണ്. വീണ്ടും 2 ചെയിൻ, ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ 12ാമത്തെ റൗണ്ടിൻ്റെ 2 ഡബിൾ ഷെല്ലുകൾ ചെയ്ത് തീർത്ത് 13ാമത്തെ റൗണ്ടിനുള്ള 2 ഷെൽ ചെയ്തിട്ടുണ്ട്. 13ാമത്തെ റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 2 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഡബിൾ ക്രോഷ്യ, ചെയിൻ 3, 2 ഡബിൾ ക്രോഷ്യ, 7 ചെയിൻ. വീണ്ടും അടുത്ത 2 ഡബിൾ ക്രോഷ്യകളുടെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ. രണ്ട് ചെയിൻ. ഇനി ഇതുപോലെ തന്നെ തൊട്ടടുത്ത് താഴത്തെ റോയിൽ ചെയ്ത പോലെ 12ാമത്തെ റൗണ്ട് ചെയ്ത പോലെ തന്നെ ആദ്യത്തെ 2 എണ്ണം നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചായി മാറ്റും. അടുത്ത 2 സ്റ്റിച്ചിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യും. ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 4 ഡബിൾ ക്രോഷ്യയാണ് ഉണ്ടാവുന്നത്. അവസാനത്തെ 2 എണ്ണം വീണ്ടും നമ്മൾ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതൊരു ഡബിൾ ക്രോഷ്യ, ഇടയ്ക്ക് 2 എണ്ണം, ഈ അറ്റത്തും ഒരെണ്ണം. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യയായി മാറിയിട്ടുണ്ട്. 2 ചെയിൻ. ഈ 5 ഡബിൾ ക്രോഷ്യകളുടെ മുകളിൽ ഓരോന്നിൻ്റെ മുകളിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ വെച്ചാണ് ചെയ്യുന്നത്. 3 എണ്ണം ഒറ്റ സ്പേസിൽ. രണ്ട് ചെയിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. 2 ചെയിൻ, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ 5 ഡബിൾ ക്രോഷ്യ ഉള്ളതിൽ ഓരോന്നിൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് 2 ചെയിൻ. ഇനി വീണ്ടും നമ്മൾ ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ 2 ചെയിൻ. ആദ്യത്തെ 2 എണ്ണം റെഡ്യൂസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക.
അപ്പോൾ നമ്മളിവിടെ 13 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ആദ്യത്തെ അവസാനത്തെ 2 എണ്ണം നമ്മൾ റെഡ്യൂസ് ചെയ്തു. നടുക്ക് മാത്രം 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇവിടെ വീണ്ടും ഡബിൾ ക്രോഷ്യകളുടെ മുകളിൽ ഡബിൾ ക്രോഷ്യ, ഇടയ്ക്ക് 7 ചെയിൻ, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, ഷെല്ലിൽ ചെയ്ത് 14ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3 ചെയിൻ, ഈ 2 ഡബിൾ ക്രോഷ്യ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ടുഗെദർ ആക്കാണ്. ഡബിൾ ക്രോഷ്യ 2 ടുഗെദർ, 3 ചെയിൻ. ഇനി ഈ ഡബിൾ ക്രോഷ്യകളിൽ 4ാമത്തെ ചെയിൻ്റെ മുകളിൽ, അതായത് സെൻറ്ററിലുള്ള ചെയിൻ്റെ മുകളിൽ ഒരു വി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. വീണ്ടും 3 ചെയിൻ. ഈ 2 ഡബിൾ ക്രോഷ്യ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ടുഗെദർ ആക്കാണ്. ഡബിൾ ക്രോഷ്യ 2 ടുഗെദർ, വീണ്ടും 3 ചെയിൻ. ഇനി ഈ 4 ഡബിൾ ക്രോഷ്യകൾ നമ്മൾ ഒരുമിച്ചാക്കാണ് ചെയ്യുന്നത്. 1, 2, 3, അതായത് പകുതി ഡബിൾ ക്രോഷ്യകൾ വെച്ച് ചെയ്ത് നിർത്തും. 5 ചെയിൻ ഉണ്ടാവും, 5 കൂടെ ഒരുമിച്ച്. 2 ചെയിൻ. ഈ 3 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ നമ്മൾ 5 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെയും അവസാനത്തേലും ഇൻക്രീസ് ചെയ്യും, നടുക്കത്തേലും നമ്മൾ 1 ചെയ്യുള്ളൂ. നമുക്ക് മൊത്തം 5 ഡബിൾ ക്രോഷ്യയാണ് വേണ്ടത്. ഈ ബാക്കിയുള്ള 4 എണ്ണത്തിലും നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇടയ്ക്ക് 2 ചെയിൻ ഇട്ട് കൊടുത്ത്. നമ്മുടെ 14ാമത്തെ റൗണ്ടിൽ 5 ഡബിൾ ക്രോഷ്യ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് 2 ചെയിൻ. ഇനി വീണ്ടും ഇപ്പുറത്ത് ചെയ്ത പോലെ തന്നെ 4 ഡബിൾ ക്രോഷ്യ ടുഗെദറും 2 ഡബിൾ ക്രോഷ്യ ടുഗെദറും വെച്ച് ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 14ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി 15ാമത്തെയും അവസാനത്തെ ഈ സൈഡിലുള്ള അവസാനത്തെയും റൗണ്ടാണ്. ആദ്യത്തെ 2 ഷെല്ല് ചെയ്തിട്ടുണ്ട്. 2 ചെയിൻ. ഈ ഡബിൾ ക്രോഷ്യകളുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും 2 ചെയിൻ. ഈ വി സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ട്രിപ്പിൾ ക്രോഷ്യ ക്ലസ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. 3 ട്രിപ്പിൾ ക്രോഷ്യ ക്ലസ്റ്റർ. 1, 2, 3. 4 കൂടെ ഒരുമിച്ച്. ആദ്യത്തെ ക്ലസ്റ്റർ ആയിട്ടുണ്ട്. 3 ചെയിൻ ചെയ്യാം, വീണ്ടും 3 ചെയിൻ ചെയ്യാം. മൊത്തം 6 ചെയിനാണ് ചെയ്യുന്നത്. ഇനി 3ാമത്തെ ചെയിനിൻ്റെ മുകളിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. വീണ്ടും 3 ചെയിൻ ചെയ്തിട്ട് വീണ്ടും നമ്മൾ സെയിം സ്പേസിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ ക്ലസ്റ്ററും കൂടി ചെയ്യുന്നതാണ്. 1, 2ാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ, 3ാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ. 3 ട്രിപ്പിൾ ക്രോഷ്യ നമ്മൾ അവസാനമാണ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. വീണ്ടും 2 ചെയിൻ. 2ാമത്തെ ഡബിൾ ക്രോഷ്യ, വി സ്റ്റിച്ചിലെ 2ാമത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിലൊരു ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നതാണ്. വീണ്ടും 2 ചെയിൻ. ഈ ഡബിൾ ക്രോഷ്യ നമ്മൾ ജോയിൻ ടുഗെദർ ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 2. വി സ്റ്റിച്ചിലെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ, 3 ട്രിപ്പിൾ ക്രോഷ്യ ക്ലസ്റ്റർ,
3 ചെയിൻ ചെയ്ത് വീണ്ടും 3 ചെയിൻ 6 ചെയിൻ ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും 3 ചെയിൻ 3 ട്രിപ്പിൾ ക്രോഷേ ക്ലസ്റ്റർ വീണ്ടും 2 ചെയിൻ രണ്ടാമത്തെ വി സ്റ്റിച്ചിൽ രണ്ടാമത്തെ ഡബിൾ ക്രോഷയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ. ഇതൊരു പാറ്റേൺ ആണ് ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3 ചെയിൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 5 ഡബിൾ ക്രോഷയുടെ ക്ലസ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5 ഡബിൾ ക്രോഷയിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അതായത് ഓരോ പ്രാവശ്യവും നമ്മൾ യാൺ ഓവർ പുള്ള് ചെയ്യണുള്ളൂ. 2 ലൂപ്പിൽ കൂടെ മാത്രം പുള്ള് ചെയ്ത് 5 പ്രാവശ്യം നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യും. ഡബിൾ ക്രോഷേ 5 ഡബിൾ ക്രോഷകളുടെ ക്ലസ്റ്ററാണ് ചെയ്യുന്നത്. അവസാനം എല്ലാ ലൂപ്പിൽ കൂടെയും ഒരുമിച്ച് പുള്ള് ചെയ്യാം. വീണ്ടും 3 ചെയിൻ. ഇനി നമ്മൾ ഇവിടെ ചെയ്ത അതേ സാധനം നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യണം. അതായത് ക്ലസ്റ്റർ 6 ചെയിൻ മൂന്നാമത്തെ ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വീണ്ടും 3 ചെയിൻ ഒരു ക്ലസ്റ്റർ. അപ്പോൾ ആദ്യത്തെ ക്ലസ്റ്റർ ഈ ചെയിൻ സ്പേസിലാണ് നമ്മൾ ചെയ്യുന്നത്, ഈ 5 ഡബിൾ ക്രോഷകളുടെ ഇടയിൽ. 1 2 വീണ്ടും 3 പ്രാവശ്യമാണ് നമ്മളിത് ചെയ്യുന്നത്. 2 കൂടി 4 ലൂപ്പ് ഉണ്ടാവും, 4 കൂടെ ഒരുമിച്ച് 6 ചെയിൻ. മൂന്നാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുക, എല്ലാത്തിൽ കൂടെയും പുള്ള് ചെയ്യും. വീണ്ടും 3 ചെയിൻ 3 ട്രിപ്പിൾ ക്രോഷേ ക്ലസ്റ്റർ. 1 രണ്ടാമത്തെ ട്രിപ്പിൾ ക്രോഷേ മൂന്നാമത്തെ ട്രിപ്പിൾ ക്രോഷേ 4 ലൂപ്പ് ഉണ്ടാവും, 4 കൂടെ പുള്ള് ചെയ്യും. മൂന്ന് ചെയിൻ. വീണ്ടും നമ്മൾ 5 ട്രിപ്പിൾ ക്രോഷേ ക്ലസ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. അഞ്ച് ലൂപ്പ് ഉണ്ടാവും, 5 കൂടെ പുള്ള് ചെയ്യാം. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ അറ്റം വരെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 15 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ചെയിൻ 1 ചെയ്ത് നമുക്ക് യാണിനെ കട്ട് ചെയ്യാം. യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ 15 റൗണ്ട്സാണ് നമ്മൾ മറ്റേ സൈഡിലും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ഇവിടെ യാൺ ജോയിൻ ചെയ്ത്, അതായത് 4 ക്ലസ്റ്റേഴ്സ് വിട്ടിട്ട് 5ാമത്തെ ക്ലസ്റ്ററിൽ ജോയിൻ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് അവിടെ നമ്മൾ ഒരു ഷെൽ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ചെയിൻ 3 ചെയ്ത് ഡബിൾ ക്രോഷേ, ചെയിൻ 2 2 ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ ആ ഒരു സെയിം ക്ലസ്റ്ററിൻ്റെ മുകളിൽ 2 ചെയിൻ. അടുത്ത ക്ലസ്റ്ററിൻ്റെ മുകളിൽ നമ്മൾ വി സ്റ്റിച്ച് ചെയ്യും. ചെയിൻ ഡബിൾ ക്രോഷേ, ചെയിൻ 2 ഡബിൾ ക്രോഷേ, വീണ്ടും 2 ചെയിൻ. തൊട്ടടുത്ത മുകളിൽ 2 ക്ലസ്റ്റർ ഒരു വി സ്റ്റിച്ച്. അപ്പം 4 വി സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. 4 വി സ്റ്റിച്ച് ചെയ്ത് അവസാനത്തെ ക്ലസ്റ്ററിൻ്റെ മുകളിൽ 2 ചെയിൻ ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, ചെയിൻ 2 2 ഡബിൾ ക്രോഷേ. പിന്നെ നമ്മൾ രണ്ടാമത്തെ റോ തൊട്ട് 15ാമത്തെ റോ വരെയുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ 2 സൈഡിലും കംപ്ലീറ്റ് ചെയ്തു. സെയിം ഈ സൈഡിൽ ചെയ്ത് അത് തന്നെ നമ്മൾ ഈ സൈഡിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ
സെക്കൻഡ് പാർട്ടുമായിട്ട് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായി വരുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്.